സപ്പോസ് ഇനിയിപ്പോൾ ഒരു 15 ഇയേഴ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്തത് ഈ കുറ്റിക്കൊക്കെ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നാൽ തിരിച്ച് വന്നാൽ ഞാൻ ഫ്രീ ആയിട്ട് മാറിത്തരും. അത് അർത്ഥമില്ല. പക്ഷേ ഇതെൻ്റെ ഒരു ഐഡിയയിലേക്കകത്ത് ചെയ്തേക്കുന്നതാണ് ഈ ഡബിൾ സൈഡ് 2-in-1 തബല. ധ്യുമുഖി എന്നാണ് ഈ തബലയ്ക്ക് പേരിട്ടേക്കുന്നത്. നമസ്കാരം, ഞാൻ ശ്യാം മോഹൻ കോട്ടയം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു പുതിയ ഡഗ്ഗാൻ തബലയാണ്. തബല ഇത് ഡബിൾ സൈഡ് 2-in-1 തബലയാണ്. ധ്യുമുഖി തബല എന്ന് പറയും. ഞാൻ മുമ്പൊരിക്കൽ ചെയ്തിട്ടുള്ളതാണ്. കോപ്പർ ഡഗ്ഗായും പിന്നെ രണ്ട് അപ്പുറം ഇപ്പുറമുള്ള രണ്ട് തബല, ഒരു തബല, ഒരു ബിയുടെ ശ്രുതിയും പിന്നെ ഒന്ന് എഫിൻ്റെ ശ്രുതിയാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡ്, റിംഗ് സെറ്റ്, പിന്നെ അതിൻ്റെ കേസ്, പിന്നെ ക്യാപ്പ് എല്ലാം കൂടെ ഫുൾ പാക്കേജാണ്. അപ്പം ഇത് ബുക്ക് ചെയ്തത് എൻ്റെ വർക്ക് യൂട്യൂബിൽ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടാണ്. ഇദ്ദേഹമാണത് വാങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ദണ്ഡപാണി എന്നാണ്. കൊല്ലം സ്വദേശിയാണ്. പക്ഷേ ഇപ്പോൾ താമസം കറുകച്ചാൽ പത്തനാടാണ്. അങ്ങനെ എൻ്റെ വർക്ക് കണ്ടിട്ട് എന്നെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ച് ഭയങ്കര സൗഹൃദമായി. ഞങ്ങൾ ഫോണിലൂടെ തന്നെ അങ്ങനെ പറഞ്ഞ്, സാറേ എനിക്കൊരു തബല വേണം, അതുപോലെ ഡബിൾ സൈഡ് തബല ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ്. അങ്ങനെയാണ് ഞാൻ വർക്ക് എടുത്തത് ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹം ലീവിൽ നാട്ടിൽ വന്നാണ്. പിന്നെ ഇപ്പോൾ മറ്റന്നാൾ തിരിച്ചു പോകുന്നു. അപ്പോൾ തന്നെ വർക്ക് ഞാൻ ഫിനിഷ് ചെയ്തു. അപ്പോൾ നല്ല വർക്കിൻ്റെ ടോൺ ക്വാളിറ്റി ഒന്ന് കണ്ടു നോക്കാം. 3.5 kg ഡഗ്ഗയാണ്. 3.5 kg വെയിറ്റ് ഉണ്ട്. ഒറിജിനൽ കോപ്പർ ഡഗ്ഗയാണത്. ഈ റെഡ് ബ്ലാക്കൊക്കെ വേണമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടോ. അതിൻ്റെ മുദ്രയൊക്കെ ആ കളർ ചെയ്യണമെന്ന്. ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് ക്വാളിറ്റി ഡഗ്ഗയാണിത്. പിന്നെ ഈ തബല എന്ന് പറയുന്നത് ഇതങ്ങനെ ഊരാം. ഇതതിൻ്റെ സ്റ്റാൻഡാണ്. ഇത് ഒറിജിനൽ സ്റ്റീൽ തന്നെയാണ്. ഡബിൾ സൈഡ് തബലയാണ്. ഇവിടെ ഒരു 5.25 ഇഞ്ച് വായ്വട്ടമുണ്ട്. ഇവിടെ 6 ഇഞ്ചോളം വായ്വട്ടമുണ്ട്. ഇത് ബി ശ്രുതിക്കും. ഇവിടെ ഒന്ന് എഫ് ആണ്. ടോൺ ഇത് കേട്ട് നോക്കാം. ഇത് കുറച്ച് തിക്കൻസ് ഉള്ള ലെറ്ററാണ്. കാരണം വെച്ചാൽ ഇവരൊക്കെ അദ്ദേഹം കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ പോലെ ലാസ്റ്റിങ് കിട്ടണം. അപ്പോൾ വേഗം പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു വിഷമമായി പോകും. അപ്പോൾ 1 ഇയറൊക്കെ ഈ മൂട്ട നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. കുറച്ച് ലെതറിന് കുറച്ച് തിക്കൻസ് ഉണ്ട്. വളരെ അത്ര നൈസ് ലെതറല്ല. പിന്നെ ഇതുപോലെ ബിയർ ശ്രുതി. ഞാനത് മുമ്പ് ചെയ്തിരുന്നു. പക്ഷേ ഇതിൻ്റെ ഞാൻ ചെയ്തതിന് മുമ്പ് കേരളത്തിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. ഇന്ത്യയിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. എങ്കിലും ഇത് ഞാനാണ് ആദ്യം കണ്ടെത്തുന്നത് പറയുന്നില്ല. പക്ഷേ ഇതെൻ്റെ ഒരു ഐഡിയയിലേക്കകത്ത് ചെയ്തേക്കുന്നതാണ് ഈ ഡബിൾ സൈഡ് 2-in-1 തബല. അതിന് ധ്യുമുഖി എന്നാണ് ഈ തബലയ്ക്ക് പേരിട്ടേക്കുന്നത്. പക്ഷേ ആ പേര് വെച്ചത് ഞാനല്ല കേട്ടോ. എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായ ജോൺ വർഗീസ് എന്ന ഒരു സാറുണ്ട്, എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്. അദ്ദേഹമാണ് അതിന് ധ്യുമുഖി തബല എന്ന് ഇങ്ങനെ പേരിട്ടത് തന്നെ. ഇത് പ്ലാവിൻ്റെ ഫുൾ കാതൽ വുഡാണ്. ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി വുഡാണ്. യാതൊരു കേടൊന്നും ഇല്ലാത്തതാണ്. സപ്പോസ് ഇനിയിപ്പോൾ ഒരു 15 ഇയേഴ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്തത് ഈ കുറ്റിക്കൊക്കെ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നാൽ തിരിച്ച് വന്നാൽ ഞാൻ ഫ്രീ ആയിട്ട് മാറിത്തരും. അത് അത്രമാത്രം ഉറപ്പുണ്ട് ഈ കുറ്റിക്ക്. അത് ഫുൾ കാതൽ വുഡാണത്. പിന്നെ ഇത് ആർട്ടൊക്കെ ചെയ്തിരുന്നത് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. ചെറിയ ആർട്ട് വർക്കും അതിൻ്റെ പോളിഷിങ്ങും എല്ലാം കംപ്ലീറ്റ് ഇവിടെ എൻ്റെ വർഷത്തിൽ തന്നെ ചെയ്യുന്നതാണ്. സ്റ്റേജ് വെച്ച് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ടക്ക് തന്നെ വെക്കാൻ പറ്റും. വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഷെയ്ക്കാകത്തില്ല. പ്ലസ് ഇതിന് കൂട്ടത്തിലുള്ളത് ഇത് 2 റിങ്ങാണുള്ളത്. ഇപ്പോൾ ബയലൊന്നുണ്ട്. ഇപ്പോൾ തബലയ്ക്ക് റിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് സ്പെയറായിട്ട് വെക്കാൻ പറ്റും ഈ റിങ്. പിന്നെ എക്സ്ട്രാ ഇതിന് കൂട്ടത്തിലുള്ളത് ഇതിൻ്റെ ക്യാപ്പുകളാണ്. ഏറ്റവും ഹൈ ക്വാളിറ്റി ക്യാപ്പാണ്. ഇതൊന്നും വാങ്ങുന്നതല്ല, ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന ക്യാപ്പാണ്.
തബലയ്ക്ക് 2 സൈഡിലും ക്യാപ്പുണ്ട്, ഡബിൾ ക്യാപ്പ്. അത് കൂടാതെ പിന്നെ അത് കവർ ചെയ്യുന്ന റെക്സിൻ്റെ ക്യാപ്പുകൾ വേറെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഫൈൻ ട്യൂൺ ചെയ്യാനായിട്ടുള്ള ബ്രാസിൻ്റെ ഹാമറുണ്ട്. പിന്നെ നട്ട് ബോൾട്ട് ടൈറ്റ് ചെയ്യാനായിട്ടുള്ള സ്പാനറുണ്ട്. പ്ലസ് ഒരു ഫൈബർ കേസ്. ഫുൾ സാധനമുണ്ട് എല്ലാം. ചേട്ടാ തബലയെക്കുറിച്ച് എന്താണ് ഇപ്പം പറയുന്നത്? ഞാൻ ദണ്ഡപാണി കീർത്തി നിർമ്മലായിരുന്നു വർക്ക് ചെയ്യുന്നത്. 10 വർഷമായിട്ട് ഗോവയിലാണ്. ഞാൻ തബല ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഈ ദഗ്ഗൻ തബലയും എൻ്റെ ഹാർട്ട് ബീറ്റിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ 5 വർഷമായിട്ട് ഞാൻ തബല പ്ലേ ചെയ്യാറില്ല. കാരണം ഞാൻ കൊണ്ടുപോയ തബലയൊക്കെ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കൂടുതൽ ആളുകൾ ഈ ജോബായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ യൂട്യൂബിൽ കൂടി ഹൈ ക്വാളിറ്റി സൂപ്പർ തബല മൃദംഗം ചെയ്യുന്ന ഒരു മാഷിനെ നമ്മൾ കണ്ടെത്തിയത്. അതാണ് ശ്യാമോഹൻ സർ. ആ ഒരു ബന്ധമാണ് ഇത്രയും നാളും ഇതിൻ്റെ മുമ്പിൽ എന്നെ കൊണ്ടുവത്തിച്ചത്. ആദ്യം ഞാൻ വിചാരിച്ചു ഇദ്ദേഹം തബല മൃദംഗം മാത്രം മേക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹമായി കൂടുതൽ അടുപ്പത്തിൽ വന്നപ്പോഴാണ് അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ തബലയുടെ പിന്നെ ശാസ്ത്രീയമായ ആദ്യമായി തുടങ്ങി പഠിക്കുന്നതും പിന്നെ തൻ്റെ ഫാദറിൻ്റെ കൂടെ നിന്ന് ഇതെല്ലാം പഠിച്ചതും. അങ്ങനെ ജില്ലാതലത്തിൽ നിന്നും സ്റ്റേറ്റ് തലത്തിൽ വരെ ഈ തബല വായിച്ച് അവാർഡ് മേടിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ വോക്കൽ പ്ലെയറിസ്റ്റും കൂടാണ്. അദ്ദേഹത്തിൻ്റെ ആ സംഗീതങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ പോയി കാണാം. പിന്നെ ഈ തബല ഞാൻ ആദ്യം ഇത് കണ്ട് അപ്പം തന്നെ വിളിച്ചു. പക്ഷേ പല പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ ആ യൂട്യൂബിൽ കണ്ട നമ്പർ ഉപയോഗിച്ച് ഞാൻ മെസ്സേജ് അയക്കുകയാണ് ചെയ്തത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സമയം പോലെ ആ മെസ്സേജ് നമുക്ക് തന്നു. അങ്ങനെ ആ സംഭവം ഇവിടം വരെ എത്തി. പിന്നെ ഇതിനകത്ത് നിങ്ങളിപ്പം മൃദംഗം ചെയ്താലും തബല ചെയ്താലും തബലയിൽ നിന്ന് വരുന്ന ട്യൂൺ ഉസ്താദ് സക്കീർ ഹുസൈൻ, അൽ അറഖ, മിയാൻ ഖാദർ ബക്സ് തുടങ്ങിയ മഹാപ്രതിഭകളുടെ ആ ടോണിങ്ങാണ് ഈ തബലയിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. അതേപോലെ മൃദംഗത്തിൽ നിങ്ങൾ നോക്കിക്കോളൂ, കുമരാൾപുരം ശിവരാമൻ, അതേപോലുള്ള മഹത്തായ കാരക്കുടി മണിസ്വാമി തുടങ്ങിയ പ്രഗത്ഭമായ ആ മൃദംഗത്തിൻ്റെ ശബ്ദമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇത്രയും വലിയ ഒരു കലാകാരൻ, അതായത് തബല മൃദംഗം മേക്ക് ചെയ്യുന്ന കേരളത്തിന് എന്നെപ്പോലുള്ളവരെയും എന്നെക്കാൾ പ്രഗത്ഭരായിട്ടുള്ള ഒരാൾക്കാരുടെയും ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റാണ്. അതുകൊണ്ട് ഈ സംഗീതത്തിൻ്റെ ഇത്രയും നല്ല പ്രഗത്ഭമായ ഒരു സെറ്റ് എനിക്ക് ചെയ്തതിന് അദ്ദേഹത്തിനെ എനിക്കൊന്ന് ആദരിക്കണമെന്നുണ്ട്. അത് ഞങ്ങളുടെ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ ജോൺസർ വർഗീസ് സാറിൻ്റെ കീർത്തി നമ്മൾ പ്രോഡക്റ്റ് കൊടുത്തും അദ്ദേഹത്തിന് ഷാൾ അണിയിച്ചും ബഹുമാനപൂർവ്വം ഞാൻ ആദരിക്കുന്നു. തീർച്ചയായിട്ടും സന്തോഷം. ഗംഭീര ഷാളാണുള്ളത്. സാറൊന്ന് കുനിയും. ഇത് ഞങ്ങളുടെ കമ്പനി പ്രോഡക്റ്റാണ്. ഓക്കെ, നിർബൽ ഇൻ്റർനാഷണലാണ്. ഇപ്പം മൾട്ടിനാഷണൽ ആകും ഉടനെ താഴെ. ഓക്കെ സാർ, സന്തോഷം. താങ്ക് യു. ഇരിക്കും. ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. ഞാൻ തബല ചെയ്ത് കൊടുത്തിട്ട് എനിക്കൊരു ആദരവ് തരുന്നത് പേരാമ്പ്ര ടി സജി, എൻ്റെ സുഹൃത്ത്. അദ്ദേഹം ഇതുപോലെ ആദരവ് തന്നതാണ്. സജിയായിട്ട് തബല ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തതാണ്. രമേശേട്ടൻ്റെയൊക്കെ സജിയായിട്ടൊരു ആദരവ് തന്നിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ കിട്ടുന്നൊരു ആദരവ് ആദ്യമായിട്ട്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. താങ്ക്സ്. അപ്പോൾ നമുക്ക് തബല പാക്ക് ചെയ്യാം. അതിൻ്റെ പാക്കിങ്ങിൻ്റെ ഒരു രീതിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനി അവിടെ പോയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. വീണ്ടും പഴയ പോലെ തന്നെ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുന്ന ശേഷം അതിൻ്റെ ഒരു സോളോ വാശി ചോദിക്കാം. തീർച്ചയായിട്ടും സന്തോഷം. ഈ ഡബിൾ സെറ്റ് തബലയൊക്കെ ഒത്തിരി ഗുണമാണ്. കാരണം വെച്ചാൽ ഇപ്പം 2 തബല ഉണ്ടെങ്കിൽ നമുക്ക് 4 സ്കെയിലായി. അപ്പോൾ ഒറ്റ ബാഗിൽ നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. അത് ഭയങ്കര ഒരു പ്രത്യേകത തന്നെയാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് പരിപാടിക്ക് പോകുന്നവർക്ക് സംബന്ധിച്ചാൽ ഈ 4 കുറ്റി കൊണ്ട് പോകേണ്ട കാര്യമില്ല. ഒറ്റ കുറ്റിയിൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് ഇപ്പോൾ സിയും ഡിയും ഒരു എഫും ജിയും ഉണ്ടെങ്കിൽ 4 സ്കെയിലായി. ഇപ്പോൾ ഡി അത്യാവശ്യം ഈ കയറ്റി വായിക്കുകയും ചെയ്യാം. ഇതുപോലെ തന്നെ ബേസ് തബല എല്ലാം ചെയ്യാൻ പറ്റും. ഏത് സ്കെയിലിൽ തബലയാണ് ഇതുപോലെ ഡബിൾ സൈഡ് ചെയ്യാൻ പറ്റും.
സമയമാകുമ്പോൾ കിട്ടുകയാണെന്ന് ടെൻഷൻ ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. പോകാറാകുന്നതിന് വാക്ക് പറഞ്ഞ വാക്കാന്ന് എനിക്കറിയാം. അല്ല, ഞാൻ ടോട്ടലി ഞാൻ എൻ്റെ വർക്കെല്ലാം ലേറ്റാണ്. ഇവിടുന്ന് ഞാൻ കൃത്യം കൊടുക്കാറില്ല. കാരണം വെച്ചാൽ അത് മനപ്പുറമല്ല കേട്ടോ, നമ്മുടെ തിരക്ക് കൊണ്ട് പിന്നെ ഈ കാലാവസ്ഥ കൊണ്ടൊക്കെയാണ് മെയിൻ പ്രശ്നം. എന്താ എപ്പോഴും ഈ മഴയൊക്കെ വന്നാലേ മൂട്ടൊക്കെ അടിച്ച് ഉണങ്ങി കഴിഞ്ഞാലും സമയത്ത് ഉണങ്ങി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആകുന്നതാണ്. പിന്നെ നിങ്ങളൊക്കെ പ്രവാസികളായിട്ട് നോക്കും, പിന്നെ അങ്ങനെ പോയിച്ച് വരാൻ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കൃത്യമായിട്ടും അത് ചെയ്ത് വെച്ചേക്കും. ഈ ക്യാപ്പൊക്കെ ഉള്ളതുകൊണ്ട് സേഫാണ് സംഗതി. എയർ ഫ്ലൈറ്റിലൊക്കെ പോകുന്നതൊന്നും ഒരു ഡാമേജും ആകത്തില്ല. അറിയാം, ഇത് നല്ല സൂപ്പർ ഫൈബറല്ലേ? ആ അതെ ഞാൻ വരുത്തിയ ഡൽഹി വരുത്തുക, ഡൽഹിയിൽ നിന്ന്. ഭാഗത്തൊരു ഫൈബർ ക്യാപ്പുണ്ട്, അതിൻ്റെ പുറമെ ഒരു റെക്സിൻ ക്യാപ്പുണ്ട്. അപ്പം വളരെ സേഫാണ് ഡഗ്ഗ. പെർഫെക്റ്റ് പാക്കിംഗ് ആണ്. ഇതിപ്പം ഒരു ഡാമേജും വരത്തില്ല. എടുത്ത് എറിഞ്ഞാൽ പോലും ഒന്നും ആകത്തില്ല. അത് രണ്ട് ഡബിൾ സെറ്റ് ക്യാപ്പും റെക്സിൻ ക്യാപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ റിംഗ് സെറ്റ്. അപ്പോൾ നമുക്ക് കേസിൽ വെക്കാം. അത് എന്താണ് ഫൈബർ കേസാണ്. ഫസ്റ്റിൽ ബായ വെക്കണം, പിന്നെ ജിമുക്കി തബല, ഇത് സ്റ്റാൻഡ് ഇതിനുള്ളിലേക്ക് വേണം. ഈ സ്പേസിൽ 2 റിങ് വെക്കാം, പ്ലസ് ട്യൂൺ ചെയ്യുന്ന ഹാമർ, പിന്നെ ട്യൂൺ ചെയ്യുന്ന സ്പാനർ. ഏറ്റവും ഹൈ ക്വാളിറ്റി തബലയാണ്. ഒരു ട്രോളിയാണ് അടിയിൽ. എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ പൊക്കേണ്ട ആവശ്യമില്ല, വലിച്ചത് പോകാം. താങ്ക് യു. ഹാപ്പി അല്ലേ? വളരെ ഹാപ്പിയാണ്, സന്തോഷം. ഓക്കെ. അപ്പം ഇതുപോലുള്ള ഹൈ ക്വാളിറ്റി തബല സെറ്റിന്, അതായത് വിത്ത് കേസ് സഹിത തബല സെറ്റിന് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ പേര് ശ്യാം മോഹൻ. എൻ്റെ സ്ഥലം കോട്ടയം വാകത്താനത്താണ്. എൻ്റെ നമ്പർ 9747784977. താങ്ക് യു.